ഹായ് ഹലോ നമ്മൾ കുഞ്ഞ് ഓണാഘോഷത്തിന് വേണ്ടി പോവാണ് കേട്ടോ. എവിടെയാണെന്ന് വെച്ചാൽ ബാലമോളുടെ സ്കൂളിൽ നിന്ന് ഓണാഘോഷമായിരുന്നു. അപ്പോൾ ആക്ച്വലി ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് സമയം കിട്ടാതെ തിരക്ക് കാരണമാണ് ഞാൻ ലേറ്റായിട്ട് വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ഓണാഘോഷമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എല്ലായിടത്തെയും ഓണാഘോഷങ്ങളെല്ലാം അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. അങ്ങനെ ബാലക്കുട്ടൻ സ്കൂളിൽ പോകുന്ന ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല. അത്രയ്ക്ക് പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതിൻ്റേതായ ഒരു മടുപ്പൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക് സ്കൂളിലേക്ക് ചെല്ലാനായിട്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഒഫീഷ്യൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. കുട്ടികളുടെ ഡാൻസും പാട്ടും അവരുടെ കളിയും ചിരിയും എല്ലാം കഴിഞ്ഞ് നല്ല അടിച്ച് പൊളിച്ച് തകർത്ത ശേഷം ഉച്ചയ്ക്ക് നല്ല കിടിലനൊരു സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്തവണത്തെ ഓണത്തിന് രണ്ടാമത് കഴിക്കുന്ന സദ്യയാണ് കേട്ടോ ഇത്. ഫസ്റ്റ് സദ്യ ഞങ്ങളുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ സ്റ്റാഫ് ഓണത്തിന് കഴിച്ചിരുന്നു. അപ്പോൾ ഈ സദ്യ നല്ല അടിപൊളി ടേസ്റ്റി സദ്യയായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. ബാലു അവളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ ജാനു അവിടുന്ന് പഠിച്ചിറങ്ങിയല്ലോ, എന്നാലും ജാനുവിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ അവളും സദ്യയെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നേ, നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഓണം അടുപ്പിച്ച് നല്ല പെരുമഴയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ കൊല്ലംകാർക്കൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സദ്യ കഴിക്കാനായിട്ടിരുന്നു. പരിപ്പും പപ്പടവും കൂട്ടി കുഴച്ച് നല്ല പായസമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സദ്യയായിരുന്നു. അങ്ങനെ ജാനു സദ്യ കഴിച്ച് കഴിഞ്ഞോട്ടെ. ഞങ്ങൾ മൂന്ന് സ്ഥലത്തിരുന്നാണ് സദ്യ കഴിച്ചത്. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ വർഷത്തെ ഓണം ബാലുവിൻ്റെ സ്കൂളിൽ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഡാൻസും പാട്ടും തിമിർത്ത് കഴിഞ്ഞ് പിള്ളേരെല്ലാം അത്തൊക്കെ ഒരു കോലമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.